നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമായ BA ഹോണേഴ്സ് മലയാളം ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചറിലെ വാല്യൂ ആഡഡ് കോഴ്സ് ആയിട്ടുള്ള മഹാത്മാഗാന്ധി എന്നുള്ള കോഴ്സ് നെയിമാണ്. അപ്പൊ ഈ കോഴ്സിലേക്ക് വരുന്നതിന് മുമ്പ് കോഴ്സിന്റെ എത്ര യൂണിറ്റ്സ് ഉണ്ട് എന്നുള്ളതൊന്ന് നോക്കാം. കോഴ്സ് ഔട്ട്ലൈൻ വരുന്നത് ബ്ലോക്ക് 1, ബ്ലോക്ക് 2 എന്നുള്ള രീതിയിലാണ്. ബ്ലോക്ക് 1ൽ ഏർലി ഇയേഴ്സ് ഓഫ് ഗാന്ധി എന്നുള്ളതും ബ്ലോക്ക് 2ൽ എമിഗ്രൻസ് ഓഫ് ഗാന്ധി ആസ് എ ലീഡർ എന്നുള്ള 2 ബ്ലോക്കുകളായിട്ടാണ് വരുന്നത്. ആദ്യത്തെ ബ്ലോക്കിൽ ഏർലി ഇയേഴ്സ് ഓഫ് ഗാന്ധി 3 യൂണിറ്റ്സ് ആണ് വരുന്നത്. ബയോഗ്രാഫിക്കൽ സ്കെച്ച് ഓഫ് ഗാന്ധി, രണ്ടാമത്തത് ഇൻഫ്ലുവൻസ് ഓൺ ഗാന്ധി, മൂന്നാമത്തത് എക്സ്പീരിയൻസ് ഇൻ സൗത്ത് ആഫ്രിക്ക. ഈ 3 യൂണിറ്റുകളാണ് ആദ്യത്തെ ബ്ലോക്കിൽ വരുന്നത്. അപ്പോൾ ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ബയോഗ്രാഫിക്കൽ സ്കെച്ച് ഓഫ് ഗാന്ധി എന്നുള്ളത് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അതിൽ ഏറ്റവും ബ്രീഫായിട്ട് നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ ഇന്ന് ഈ ക്ലാസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ്സിലേക്ക് നമുക്ക് പോവാം. ആദ്യത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഗാന്ധിജിയുടെ ജീവചരിത്ര രേഖ, അതായത് ബയോഗ്രാഫിക്കൽ സ്കെച്ച് ഓഫ് ഗാന്ധി എന്നുള്ള യൂണിറ്റ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. അതിൽ വരുന്നത്, നമ്മൾ ആദ്യം ഇതിനെ തിരിച്ചിരിക്കുന്നത് 5 സെഷൻസ് ആയിട്ടാണ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാവുന്ന രീതിയിൽ. ആദ്യം തന്നെ വരുന്നത് അദ്ദേഹത്തിന്റെ ബാല്യം, ചൈൽഡ്ഹുഡ് എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തിന്റെ ജനനമാണ് അതിലാദ്യം വരുന്നത്. ഗാന്ധിജിയുടെ മുഴുവൻ പേര് എല്ലാവർക്കും അറിയും, എങ്കിലും ഒന്നുകൂടി പറയുന്നു, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ ജനനം 1869 ഒക്ടോബർ 2-നാണ്. ശ്രദ്ധിക്കുക, 1869 ഒക്ടോബർ 2-നാണ് അദ്ദേഹത്തിന്റെ ജനനം. ജനനസ്ഥലം ഗുജറാത്തിലെ പോർബന്ദറിലായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് കരംചന്ദ് ഗാന്ധിയാണ്. പോർബന്ദർ സംസ്ഥാനത്തിന്റെ ദിവാനായിരുന്നു അദ്ദേഹം. മാതാവ് പുത്തലിബായി. അദ്ദേഹം വളരെ ഭക്തിയും ധാർമ്മികതയും ഒക്കെ നിറഞ്ഞ ഒരു വ്യക്തിയായിരുന്നു. അവരുടെ ജീവിത രീതി ഗാന്ധിജിയിൽ ഉണ്ടാക്കിയത് ഒരു സ്വാധീനം വളരെ ആഴത്തിലായിരുന്നു. അദ്ദേഹത്തിന്റെ കുടുംബം എന്ന് പറയുന്നത് ഹിന്ദു വൈശ്യ സമുദായത്തിൽപ്പെട്ട മതനിഷ്ഠയുള്ള ഒരു കുടുംബമായിരുന്നു. അപ്പൊ ബാല്യത്തിൽ തന്നെ സത്യസന്ധതയും അഹിംസയും വിശ്വാസം എന്നിവ ഗാന്ധിയിലൊക്കെ ഉണ്ടായത് ഈ കുടുംബത്തിന്റെ സ്വാധീനം വളരെ വലുതാണ്. അപ്പൊ ആദ്യത്തെ സെഷനായിട്ടുള്ള ചൈൽഡ്ഹുഡ്, ബാല്യം എന്നുള്ളത് നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. 1869 ഒക്ടോബർ 2-ന് ഗാന്ധിജി മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നുള്ള മുഴുവൻ നെയിം നിങ്ങൾ ഓർക്കുക. അദ്ദേഹം പോർബന്ദറിൽ, ഗുജറാത്തിലെ പോർബന്ദറിൽ ജനിച്ചു. അതിന്റെ പിതാവ് കരംചന്ദ് ഗാന്ധിയാണ്. പോർബന്ദർ സംസ്ഥാനത്തിന്റെ ദിവാനായിരുന്നു. മാതാവ് പുത്തലിബായി. കുടുംബം ഒരു ഹിന്ദു വൈശ്യ സമുദായത്തിലെ മതനിഷ്ഠയുള്ള ഒരു കുടുംബമായിരുന്നു. ഇത്രയും കാര്യം ഓർക്കുക. രണ്ടാമത്തത് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസമാണ്. വിദ്യാഭ്യാസത്തിൽ പറയുമ്പോൾ ഗാന്ധിജിയുടെ ഒരു പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം പോർബന്ദറിൽ തന്നെയായിരുന്നു. പിന്നീട് രാജ്കോട്ടിൽ പഠനം തുടരുകയും അദ്ദേഹം ചെയ്തു. ഇതിന്റെ ബാല്യത്തിൽ തന്നെ അദ്ദേഹം വളരെ സാധാരണ ഒരു വിദ്യാർത്ഥിയായിരുന്നു. എന്നാൽ സത്യസന്ധതയും മറ്റു കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിൽ കൂടുതൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിനുശേഷം 1888 ലോ പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് നിയമ പഠനത്തിനായി അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് പോവുകയും ഇംഗ്ലണ്ടിലെ ആ പഠന സമയത്ത് അദ്ദേഹത്തിന് പാശ്ചാത്യ രീതിയിലൊക്കെ നിരീക്ഷിച്ചെങ്കിലും അതിലൊന്നും മുഴുകിയില്ല. അദ്ദേഹത്തിന്റെ മതപരമായ ആചാരങ്ങളും ആത്മനിയന്ത്രണവും ഒക്കെ അയാൾ പിന്തുടർന്നുകൊണ്ടേ ഇരുന്നു. അപ്പം ഇംഗ്ലണ്ടിലാണ് അദ്ദേഹം 1888 പോവുകയും അദ്ദേഹത്തിന്റെ നിയമ പഠനം അവിടെ തുടങ്ങുകയും ചെയ്യുന്നു. അദ്ദേഹത്തെ ആദ്യ പഠനം, അതായത് പ്രാഥമിക വിദ്യാഭ്യാസമെല്ലാം പോർബന്ദറിലും പിന്നീട് രാജ്കോട്ടിലും ആയിരുന്നു എന്നുള്ളത് ഓർക്കുക. അടുത്തത് വരുന്നത് ബാലവിവാഹമായിരുന്നു, ഏർലി മാരേജ് എന്നുള്ളതാണ്. ഗാന്ധിജിക്ക് വെറും 13 വയസ്സുള്ളപ്പോഴായിരുന്നു അദ്ദേഹം കസ്തൂർബ ഗാന്ധി ആയിട്ട് അദ്ദേഹം വിവാഹിതനായത്. ആ കാലഘട്ടത്തിൽ ബാലവിവാഹമെല്ലാം സാധാരണമായിരുന്നു. പിന്നീട് ഗാന്ധിജി ഈ അനുഭവത്തെ ഒരു പാഠമാക്കുകയും പിന്നീട് ബാലവിവാഹത്തിന്റെ ദോഷങ്ങൾ സമൂഹത്തിലേക്ക് എത്തിക്കാനൊക്കെ അദ്ദേഹം അത് പ്രചരണം ഒക്കെ നടത്തുകയൊക്കെ ചെയ്തു. അപ്പൊ ശ്രദ്ധിക്കുക, 13-ാം വയസ്സിൽ അദ്ദേഹം കസ്തൂർബ ഗാന്ധിയെ വിവാഹം ചെയ്യുകയും ആണ് ഉണ്ടായത് എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നീട് അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധി എന്നുള്ള ഒരു സെഗ്മെന്റ് നോക്കാം. ഗാന്ധി ഇൻ സൗത്ത് ആഫ്രിക്ക. അപ്പം അദ്ദേഹം പഠനം കഴിഞ്ഞ ശേഷം 1893 ഒരു നിയമകാര്യത്തിനായി അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിലേക്ക് യാത്രയായി. അവിടെ വെച്ചിട്ടാണ് അദ്ദേഹം വർണ്ണവിവേചനം നേരിട്ടത്. അത് പീറ്റർ മാരിറ്റ്ബർഗിലെ ഒരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് ഈ ഒരു ജീവിതത്തിൽ ഒരുപാട് മാറ്റിയ ഒരു സംഭവം നടക്കുകയും വർണ്ണവിവേചനത്തിന് അദ്ദേഹം
ആ ഒരു സംഭവം ഉണ്ടാവുകയും ചെയ്യുന്നു. ഈ അനുഭവം അദ്ദേഹത്തെ വളരെ സാമൂഹിക നീതിയും അത് സ്വാഭിമാനവും ഒക്കെ എന്നുള്ള ഈ ഒരു കാര്യങ്ങളിലേക്കൊക്കെ വഴി നയിച്ചു. അദ്ദേഹം ദക്ഷിണാഫ്രിക്കയിൽ സത്യാഗ്രഹത്തിന്റെ വിത്തുകൾ മുളപ്പിച്ചു. അതായത് സത്യത്തിന്റെ ശക്തിയായ ഒരു അനീതിക്കെതിരെയാണ് അഹിംസ സമരം അദ്ദേഹം അവിടെ സൗത്ത് ആഫ്രിക്കയിൽ തുടങ്ങുകയുണ്ടായി. പിന്നീട് അദ്ദേഹം ഭാരതത്തിലേക്കുള്ള മടക്കമായിരുന്നു, അതായത് റിട്ടേൺ ടു ഇന്ത്യ. അദ്ദേഹം ഭാരതത്തിലേക്ക് മടങ്ങിയത് 1915 അദ്ദേഹം ഇന്ത്യയിലേക്ക് മടങ്ങിയത്. അദ്ദേഹം ഗോകുലദാസ് ഹൌസിൽ, അതായത് സബർമതിയിലുള്ള ആ ഒരു താമസ സ്ഥലത്താണ് അദ്ദേഹം താമസം ആരംഭിച്ചത്. പിന്നീട് നമ്മുടെ രാജ്യത്തെ സാമൂഹിക ആരോഗ്യ കാര്യങ്ങളെല്ലാം പ്രശ്നങ്ങളെല്ലാം അദ്ദേഹം നിരീക്ഷിക്കുകയും പിന്നെ ചമ്പാരൻ സത്യാഗ്രഹം അത് 1917, അതുപോലെ തന്നെ ഖേദ സത്യാഗ്രഹം, അസഹകരണ പ്രസ്ഥാനം, ദണ്ഡിയാത്ര വരുന്നത് 1930 മുതലായ പ്രസ്ഥാനങ്ങളിലേക്കൊക്കെ അദ്ദേഹം ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകി. അപ്പൊ അദ്ദേഹം ഭാരതത്തിലേക്ക് തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ചെയ്തത് നമ്മുടെ 1915 ഗാന്ധിജി ഇന്ത്യയിലേക്ക് മടങ്ങുകയും തുടർന്ന് അദ്ദേഹം ഗോകുലദാസ് ഹൌസിൽ, സബർമതിയിലെ ഗോകുലദാസ് ഹൌസിൽ താമസിക്കുകയും പിന്നീട് ചമ്പാരൻ സത്യാഗ്രഹം, അതുപോലെ ഖേദ സത്യാഗ്രഹം, അസഹകരണ പ്രസ്ഥാനം, ദണ്ഡിയാത്ര എന്നിവയൊക്കെ നമ്മുടെ പ്രസ്ഥാനങ്ങൾ മുഖേന സ്വാതന്ത്ര്യ സമരത്തിന് അദ്ദേഹം നേതൃത്വം നൽകി. ഈ കാര്യങ്ങളെല്ലാം വ്യക്തമായെന്ന് വിചാരിക്കുന്നു. യൂണിറ്റ് 1 ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യനുകളും ആൻസറുകളും നമ്മൾ അടുത്ത വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അത് ഉടനെ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം ബെൽ ബട്ടൺ കൂടി നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉടനടി തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.